ഒടുവിൽ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ശ്രീനന്ദ യാത്രയായി. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാൻ പോയതായിരുന്നു ശ്രീനന്ദ. എന്നാൽ ഇത് തന്റെ അവസാന യാത്രയായിരിക്കുമെന്ന് ആ കുട്ടി ഒരിക്കലും നനച്ചു കാണില്ല. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശിന്റെ മകൾ ശ്രീനന്ദ എന്ന 15-കാരിയെ കാണാതാകുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടോടെ കർണാടകയിലെ ചിക്കമംഗലൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപത്ത് വെച്ചാണ്. തിരച്ചിൽ ആരംഭിച്ച് 3-ാം ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 40ഓളം കുടുംബങ്ങളുടെ സംഘത്തിനൊപ്പമാണ് ശ്രീനന്ദ ഇവിടേക്കെത്തുന്നത്. വൈകിട്ട് 5:20 കുടുംബത്തോടൊപ്പം എടുത്ത ഫോട്ടോയിൽ കുട്ടി പുറകെ നിൽക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ 5:35 എടുത്ത ഫോട്ടോയിൽ കുട്ടിയെ കാണുന്നില്ല. അങ്ങനെയാണ് തിരച്ചിൽ ആരംഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മൃതദേഹം കിട്ടിയ സ്ഥലത്തിന്റെ സമീപത്തേക്ക് ശ്രീനന്ദ പോയിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവസാനമായി ശ്രീനന്ദ താഴെയുള്ള ഒരു വ്യൂ പോയിന്റിന് അരികിൽ നിന്ന് ഫോട്ടോ എടുത്തിരുന്നു. അതിനുശേഷം മുകളിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ പടികൾക്ക് സമീപത്തിരുന്നും ഫോട്ടോ എടുത്തിരുന്നു. ഡോഗ് സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ ശ്രീനന്ദ കയറിയ വഴിയിലൂടെ ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രദേശവാസികൾ നടത്തുന്ന ഒരു കടയുണ്ട്. പോലീസായ ആ വഴി വന്ന് കടയുടെ മുന്നിലെത്തി നിന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ആ കടയിലെ ആളുകളെ ഇതുവരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇതുകൂടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പിന് ഇരുവശങ്ങളിലുമായി ഭിക്ഷാടകരുടെ സംഘങ്ങളും ഉണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു. പിന്നീട് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ചില ഭിക്ഷാടകർ പണം പോലും ഉപേക്ഷിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. ആ കടക്കാരും ഭിക്ഷാടകരും അറിയാതെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. ഇവരുടെ നാട്ടിലെ ഒരു പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വിനോദയാത്ര സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 3-ാം തീയതി ഹംപിയിലേക്കായിരുന്നു ഇവർ യാത്ര പുറപ്പെട്ടത്. പിന്നീട് അവിടെ നിന്നും തിരിച്ചു പോരുന്ന വഴിയാണ് 7-ാം തീയതി ഇവർ ചിക്കമംഗലൂരുവിലേക്ക് പോകുന്നത്. തുടർന്ന് അവിടെ നിന്നും 8-ാം തീയതി തിരിച്ച് വീട്ടിലേക്കെത്താനായിരുന്നു ഇവരുടെ പദ്ധതി.